ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഫിസിക്സ് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ്. അതൊരു അടിപൊളി എക്സ്പെരിമെൻ്റ് ആയിട്ട്, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ മലയാളീസ് ഒന്നും ഈ വീഡിയോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കി നോക്കാം. സക്സസ് ആവുകയാണെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിലും നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇത് മുമ്പിൽ കാണിച്ചു തരും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനും. ഒരു ഫിസിക്സ് എക്സ്പെരിമെൻ്റ് ആവുകൊണ്ട് തന്നെ അളവും കാര്യങ്ങളും നല്ല പക്ക ആയാലുള്ളൂ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്ത് നോക്കി നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇപ്പോൾ തന്നെ ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഫിസിക്സ് എക്സ്പെരിമെൻ്റ് ആവുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു റിസൾട്ട് അത്രയും ഫിനിഷിങ്ങിൽ കിട്ടുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കേണ്ട ആദ്യം. അപ്പോൾ ആ ഫ്രെയിമിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു അലുമിനിയം പൈപ്പാണ് കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡും നമ്മളിതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതും ഒരു 10ഓളം ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു 10 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേൽഭാഗത്ത് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം വരുന്നത് ഒരു 17 ഇഞ്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വുഡ് പീസാണ്. ഇതൊരു 15 ഇഞ്ച് നീളമാണ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു 3 പീസും 12 ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു 2 പീസ് വരുന്നത് 7 ഇഞ്ചും ആ ഒരെണ്ണം വരുന്നത് 6 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ പീസ് വെച്ചിട്ടാണ് ഫുൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണോണ്ട് നമുക്ക് ഫ്രെയിം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഫ്രെയിം മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് ആ ബോളുകൾ കെട്ടി തൂക്കിയിടാനായിട്ട് ഇങ്ങനത്തെ നൂലിന്മേ നമ്മൾ നടുഭാഗത്തായിട്ട് ആ ഒരു ചെറിയ പിന്നുണ്ടല്ലോ, നമ്മൾ പേപ്പർ പിന്നെന്നൊക്കെ പറയുന്ന ആ ഒരു പിന്ന് കെട്ടിയെടുത്തിട്ടുള്ളതാണ്. 2 കെട്ടിയിട്ടതിന് ശേഷം നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 10 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ആ ബോളുകൾ കെട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്കിത് ഒരു വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണ്ട്, ഏറ്റവും വലുത് മുതൽ ഇങ്ങനെ ചെറുത് അങ്ങനെ ഉയരം കുറച്ച് വന്നിട്ടാണ് നമുക്കിത് കെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും വലിയ നൂലെടുക്കുന്നത് ഇവിടെ 9.5 ഇഞ്ചോളം നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. ആ 9.5 ഇഞ്ച് വെച്ചിട്ട് ആ ഒരു നൂല് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 9.5 ഇഞ്ച്, പിന്നെ 9 ഇഞ്ച്, പിന്നെ 8.5 ഇഞ്ച്, 8 ഇഞ്ച്, അങ്ങനെ കുറച്ച് വന്നിട്ടാണ് നമ്മളിത് കെട്ടി തൂക്കിയിടുന്നത്. ആ ഒരു ചെരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ നമ്മൾ നേരത്തെ 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി 9 ഇഞ്ച് അങ്ങനെ താഴത്തേക്ക് 1/2 ഇഞ്ചോളം കുറച്ച് വന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നൂലുകൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലുകൾ ഫുള്ളായിട്ടും ആ ഫ്രെയിമിൽ കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നൂലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ചെറിയ നൂലെടുത്തിട്ട് നമ്മൾ സൂചിപ്പോൾ നടുവിലാണല്ലോ കെട്ടിയിട്ടുള്ള നൂലിൻ്റെ, അപ്പോൾ 2 സൈഡിലും നൂലുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സൈഡത്തെ നൂല് ആദ്യത്തെ ഹോളിലും രണ്ടാമത്തെ സൈഡത്തെ നൂല് രണ്ടാമത്തെ ഹോളിലായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കെട്ടിയെടുക്കുമ്പോൾ ആ ഒരു വൃത്തി കിട്ടില്ല, പിന്നെ ആ ഹൈറ്റ് ചിലപ്പോൾ ചേഞ്ച് ആയി എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചു. ഇനി അതേപോലെ തന്നെ സെക്കൻഡത്തെ ആ ഹോൾ വഴിയാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ മറ്റൊരു നൂലിൻ്റെ, അതായത് ഇതിൻ്റെ നേരെ ഒന്നുകൂടി വലുപ്പമുള്ള ആ നൂലിൻ്റെ ഫസ്റ്റത്തെ ഒരു നൂല് കൂടി കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. അത് രണ്ടും നമ്മൾ ഒപ്പം പിടിച്ചിട്ട് അതും കൂടി കൂട്ടി ഒട്ടിക്കാം. ഒരു ബോളിന് 2 നൂലോളം വന്നിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടില്ലെങ്കിൽ, ആടുമ്പോൾ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 നൂലിങ്ങനെ കറക്റ്റ് ഒരു ബോളിന് ജോയിൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൽ മുഴുവൻ കെട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഐഡിയ മനസ്സിലായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മുഴുവൻ നൂലുകളും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെരിവ് കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലപ്പത്തായിട്ട് ബോളുകൾ കെട്ടി തൂക്കിയിടണം. അപ്പോൾ ആ ഒരു കെട്ടി തൂക്കലിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ സൂചികളൊക്കെ ആ ബോളുമേ തറപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കളർ ബോളുകൾ. ഇതാ ഈ ബോൾ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ആ ബൗൺസ് ചെയ്യുന്ന ബോളുണ്ടല്ലോ, കളിക്കുന്ന ആ ഒരു ബോളാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നേരെ ആ സൂചിമണ് തറപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി.
ഇത് നമുക്ക് ഈ സൂചികളുമേതാ ഇത്ര സിമ്പിളായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു സൂചി നമുക്കതുമ്മ കറക്റ്റ് സെൻറ്ററായിട്ട് തറപ്പിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല നീറ്റായിട്ട് ആടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഈ മുഴുവൻ ബോളുകളും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 9 ബോളുകൾ എടുത്തിട്ടുള്ളത്. ആ 9 ബോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ലെങ്ത്തുള്ളൂ നമ്മുടെ ഫ്രെയിമിനുള്ളത്. നമ്മുടെ ഫ്രെയിമിൻ്റെ നീളം കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ബോളും ഇതിൽ ആഡ് ചെയ്യാം. ബോളുകൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഭംഗി കൂടി വരികയേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മുഴുവൻ ബോളുകളും സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബോളുകളെ കണ്ടില്ലേ, കറക്റ്റ് അടിപൊളിയായിട്ട് ആ ചെരിവിൽ കറക്റ്റ് കെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇനി ഈ ബോളിൻ്റെ വർക്കിംഗ് കാണിച്ചു തരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഫ്രെയിം കണ്ടില്ലേ, ഫ്രെയിം നമ്മൾ ഫുൾ ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, ഫുൾ ബ്ലാക്ക് ആയിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുമ്പോൾ വിസിബിലിറ്റി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ ഈ ഒരു ബോളുകൾ ഒരുമിച്ച് നമുക്കിങ്ങനെ ആട്ടിയെടുക്കണം. അതിന് വേണ്ടി നമ്മൾ അതേപോലെ ഒരു പലകമ്മ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോളും റബ്ബർ ബോളുകളായതുകൊണ്ട് തന്നെ ഈ പലകമ്മ ഒരു ഗ്രിപ്പ് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ആക്കാൻ കഴിയില്ല. അത് നമ്മളൊരു പേപ്പർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഈ ബോളുകൾ ഒരുമിച്ച് ഇതേപോലെ ഒന്ന് ഈ പലകമ്മ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്നിങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ എടുത്തു കൊടുത്താൽ ഇതുണ്ടോ ഇങ്ങനെ ആടി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ഇതൊരു കുട്ടികൾ കളിക്കാൻ പറ്റിയ വെറുതെ ഒരു ബോൾ ഇങ്ങനെ ആടുന്നതിൽ ഇപ്പോൾ എന്താ കാര്യം എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ബോളുകളൊക്കെ ഒരു ഡിസൈനിലാണ് ഇത് ആടി കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈഡ് നോക്കിയത് കാണുന്നുണ്ടാവില്ല. പക്ഷേ തിരിച്ച് നമ്മൾ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ഈ 2 സൈഡ് ഒരുപോലെ ഡിസൈൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കറക്റ്റ് പകർത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കണ്ടുവരും. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ക്യാമറയുടെ നേരെ സൈഡിലേക്ക് ആക്കിയിട്ട് ഇത് വെക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഒപ്പാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. ഈ ഒരു പലക നമ്മളിങ്ങനെ ഒപ്പം പിടിച്ചതിന് ശേഷം കുറച്ച് വലിച്ചിട്ടൊന്ന് വിട്ടു കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആ വേവ് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കി നോക്കാം. ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് കറക്റ്റ് പിടിക്കാം. ഓക്കെ, ആ ഒരു വേവ് നല്ല അടിപൊളിയായി വരുന്നുണ്ട്. നമ്മൾ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ തുടക്കത്തിൽ ആ വേവ് കിട്ടുന്നത്. പിന്നെ ഒരു ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൃത്തി കിട്ടുന്നില്ല. അത് ചിലപ്പോൾ ഈ അളവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്നാലും തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ ഇതിനെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല അടിപൊളി വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതും ഒരു LED ലൈറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു LED ലൈറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നീളമൊന്നും വേണ്ട. നമ്മൾ ഈ ഫ്രെയിമിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത്ര ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമുക്ക് അത്രയും നീളം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഒരു നീളത്തിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മേലെ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പവർ ലൈറ്റ് കണ്ണിലേക്ക് വല്ലാതെ കുത്തി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ പഴയ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ മേലെ കിട്ടുന്ന ഒരു കവറിങ് ഉണ്ടല്ലോ, ഈ ഒരു കവറിങ് കൂടി നമ്മളതിന് മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പവർ ലൈറ്റ് കുറഞ്ഞിട്ട് നമുക്കൊരു സോഫ്റ്റ് ലൈറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കയറി ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്സ് എക്സ്പെരിമെൻ്റ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാൻ, കാരണം അളവും കാര്യങ്ങളും നല്ല പക്കായി കിട്ടണം. ആ നൂലിൻ്റെ അളവും അതുപോലെ തന്നെ ആ ബോളിൻ്റെ വെയിറ്റ് പോലും ഇതിനെ നല്ല ബാധിക്കും. അപ്പോൾ നിങ്ങൾ അത് എക്സ്പെരിമെൻറ്റ് മറ്റേ എക്സിബിഷനിലോ അല്ലെങ്കിൽ വീട്ടിലോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.